തൃശൂർ ആസ്ഥാനമായുള്ള കേരള കാർഷിക സർവകലാശാലയിൽ വമ്പൻ ഫീസ് വർധനവ്. 15,000 രൂപ മാത്രമായിരുന്ന ചില കോഴ്സുകളുടെ സെമസ്റ്ററിന് ഒറ്റയടിക്ക് 50,000 രൂപ വരെയാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. ഫീസ് വർധന മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചാൻസലറായ ഗവർണർക്ക് ABVP പരാതി നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, എന്താണ് പ്രധാനപ്പെട്ട ചില പരാതിയിൽ ഉള്ളടക്കം? ശ്യാം പറഞ്ഞതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിൽ ഇടയ്ക്കുണ്ടായ ഒരു ഫീസ് വർധനവിനെതിരെയാണ് ഇപ്പോൾ ABVP ഗവർണർക്ക്, ചാൻസലറായ ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കത്തിൽ പറയുന്നത് ഈ ഒരു ഫീസ് വർധനവ് മരവിപ്പിക്കണമെന്നുള്ളതാണ്. കാരണം ഒറ്റയടിക്ക് 15,000-ൽ നിന്നും 50,000 രൂപ എന്നുള്ള ഒരു വലിയ വർധനവിലേക്കാണ് ഇവിടെ പോയിരിക്കുന്നത്. ഈ വർധനവ് ഉടൻ ഒരു മരവിപ്പിച്ച് അതിന് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ABVP ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവിടെ ഇതിനെതിരെ ABVP ചാൻസലർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കാർഷിക സർവകലാശാല ബിരുദതലം മുതൽ വിവിധ കോഴ്സുകളിലെ ഫീസാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിൽ ബിരുദതലത്തിൽ ഈ വർഷം അഡ്മിഷൻ നേടിയ കുട്ടികൾ 50,000 രൂപ ഫീസ് നൽകണം, ഭീമമായ തുക ഫീസ് നൽകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2024 പ്രവേശനം നേടിയ ബിരുദ വിദ്യാർത്ഥികളുടെ ഫീസ് 7,500-ൽ നിന്നും ഒറ്റയടിക്ക് 11,450 രൂപയിലേക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ബിരുദാനന്തര ബിരുദത്തിന് 15,000-ൽ നിന്നും 17,000. സംസ്ഥാന സെക്രട്ടറി EU ഈശ്വര പ്രസാദ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദേ, ഇതെന്താണിത്? ഒറ്റ സെമസ്റ്ററിന് 15,000 രൂപയൊക്കെ അങ്ങ് കുത്തനെ കൂട്ടുക, 50,000 എന്നൊക്കെ പറഞ്ഞ് ഇതെന്ത് വെള്ളരിക്കപ്പെടണോ? ഞാൻ മനസ്സിലാക്കുന്ന ഏതൊരു കുട്ടി പഠനം ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നിലവില് തിരുവനന്തപുരം സെന്ററിലെ കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരം സെന്ററിൽ വെള്ളായണി ആണ് അതിന്റെ സെന്റർ ഉള്ളത്. അവിടെ ഒരു വിദ്യാർത്ഥി TC മേടിച്ച് പോയിരിക്കുകയാണ്. കാരണം അദ്ദേഹം അത് പറയുന്ന സമയത്ത്, TC മേടിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സർക്കാർ സർവകലാശാലയിൽ പഠിക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ നിന്ന്. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പുറത്തു പോകാതിരിക്കുക? അത്തരത്തിൽ വിദ്യാർത്ഥികളെ സാമ്പത്തികമായി ഞെരുക്കുന്ന പരിപാടിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്നല്ല രസം, കമ്മ്യൂണിസത്തെ കുറിച്ച് ഭയങ്കരമായി വാചാലമാകുന്ന CPI ആണ് കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ ഇപ്പൊ PMC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വരുന്ന സമയത്ത് ഒട്ടനവധി തുക കേരളത്തിലേക്ക് കിട്ടുന്ന സമയത്ത് അതിനെ എതിർക്കുന്ന CPI-യുടെ മന്ത്രിമാര് P പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അവര് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് ഈ 15,000-ൽ നിന്ന് ഒറ്റയടിക്ക് 50,000 നോക്കൂ, 5% വർദ്ധിപ്പിക്കാറുണ്ട്. എല്ലാ വർഷവും 5% വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആണ് ഫീസ് വർദ്ധിപ്പിച്ചത്. ഇത് ശക്തമായ സമരവുമായിട്ട് ABVP മുന്നോട്ട് പോകും. നിലവിൽ ABVP തൃശൂർ സെന്ററിൽ സമരവും അതിനുശേഷം ഇന്ന് ഗവർണർക്ക്, ചാൻസലർ എന്നുള്ള ഗവർണർക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അതിന് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഈ ഫീസ് വർധനയെ പിൻവലിക്കുന്നത് വരെ ABVP ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഈ ഗവർണർ, ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണറുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവേണ്ട ഒരു വലിയ പ്രശ്നമാണിത്. പ്രസാദ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ പഠിക്കാൻ ലോണിന് അപേക്ഷിക്കേണ്ട ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ. ഈ വിദ്യാർത്ഥികള് ഇത്രയും പുറത്തേക്ക് പോകുന്നതിന്റെ സാഹചര്യം നോക്കിയാല് ഈ സർവകലാശാലയിൽ വേണ്ട സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഈ സർക്കാർ ചെയ്തിട്ടില്ല. പ്ലാനിംഗ് ഫണ്ട് പോലും സർക്കാർ അനുവദിച്ചിട്ടില്ല യൂണിവേഴ്സിറ്റികൾക്ക്. കേരള സർവകലാശാലയും അതേപോലെ കണ്ണൂർ സർവകലാശാലയൊക്കെ PM ഉഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടികൾ ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സർക്കാരിന്റെ പ്ലാനിംഗ് ഫണ്ട് കേരള സർക്കാർ കൊടുത്തിട്ടില്ല യൂണിവേഴ്സിറ്റികൾക്ക്. അത്തരത്തിൽ യൂണിവേഴ്സിറ്റികളെ സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനമാണ് ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ പിന്നെ എങ്ങനെ പുറത്തു പോകാതിരിക്കും? ഇത് മാത്രമല്ല, ഈ സർവകലാശാലയ്ക്ക് പ്ലാനിംഗ് ഫണ്ട് കൊടുക്കുവാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്തും ഈ മന്ത്രിമാർക്കൊക്കെ പേഴ്സണൽ സ്റ്റാഫ് 30-ന് മേലെയാണ്. അവർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഇവിടെ പണമുണ്ട്. പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ രീതിയിലും പൈസ ചെലവാക്കാനോ ഒരു യൂണിവേഴ്സിറ്റിക്ക് പ്ലാനിംഗ് ഫണ്ട് കൊടുക്കുവാനോ ഈ സർക്കാർ തയ്യാറല്ല എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോരാട്ടം ആലോചിക്കാൻ പറ്റാത്ത നിലപാടാണ് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്കൊപ്പം ശക്തമായി തന്നെ അടിയുറച്ചു നിന്ന് ABVP വീണ്ടും ഒരു സമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങളും ഒപ്പമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ നന്ദി ഈശ്വര പ്രസാദ് ഈ നിമിഷം ഞങ്ങളോടൊപ്പം തത്സമയം പ്രതികരിച്ചതിന്.